ക്രിസ്മസ് എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണെങ്കിലും ഈ ക്രിസ്മസ് എക്സാമിനെ പറ്റി ആലോചിക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവില്ല. കാരണം എന്താണ്? കാരണം വെറും 30 ദിവസം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം തുടങ്ങാൻ ബാക്കിയുള്ളൂ. 27 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഞാൻ ലാംഗ്വേജ് കൂട്ടിയിട്ടില്ല, ഞാൻ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും കൂട്ടിയിട്ടില്ല. പ്യുവർലി ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 27 ചാപ്റ്റേഴ്സ് പഠിക്കാൻ ബാക്കിയുണ്ട്. ഇതിൽ എത്ര ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമോ മക്കളെ? ഇനിയുള്ള ചോദ്യം, സാർ ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മളൊന്ന് ശരിയാക്കുക? ഈ 30 ദിവസം നമ്മൾ എങ്ങനെ പഠിച്ചാലാണ് ഈ ക്രിസ്മസ് എക്സാമിൽ ഒന്ന് കഴിച്ചിലായി പോവുക? നമുക്ക് ഇനി ഒരു A+, ഒരു 90% കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? എല്ലാത്തിനും ചാൻസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാൻ ആണ് പ്ലാനെങ്കിൽ ഒന്നിനും ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പ്ലാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക, അത് ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആവുക. രണ്ടാമത്തെ കാര്യം, ഈ ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ +1 യൂട്യൂബ് ചാനലിൽ ലൈവായിട്ട് വരുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ പറയും. വെറുതെ പ്ലാൻ പറഞ്ഞിട്ട് അത് പഠിക്കുന്നു പറഞ്ഞു പോവല്ല. മൺഡേ മുതൽ വി ആർ സ്റ്റാർട്ടിങ് ഫ്രീ യൂട്യൂബ് ലൈവ് ക്ലാസ്സസ് ഓൺ ദിസ് ചാനൽ. ആ ലൈവിന്റെ ഷെഡ്യൂൾ കംപ്ലീറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. അത് എങ്ങനെ ഉപയോഗിക്കണമെന്നോ, അത് എങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് തീർക്കാമെന്നോ, അറ്റ്ലീസ്റ്റ് മാക്സിമം സിലബസ് തീർക്കാമെന്നും ഈ ക്രിസ്മസിൽ 90% വാങ്ങാമെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആ ലൈവിൽ വരണം. ഇനി ഈ വീഡിയോയിൽ സാർ എന്താ പറയാൻ പോകുന്നത്? എടോ, ഈ വീഡിയോയിൽ നിങ്ങൾ ബേസിക് ആയിട്ട് തലവണ്ടയിൽ ഉള്ളിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം. എന്താ പ്ലാൻ? ഇപ്പം November 10th നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ശരി, നല്ല കാര്യം. അപ്പോൾ 20 ദിവസമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്? ഈ പഠിച്ച ചാപ്റ്റർ നിങ്ങൾ അവസാനം ആകുമ്പോഴത്തേക്കും മറക്കും പലതും. ഓക്കെ, അപ്പം അങ്ങനെ മറന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ മറക്കുകയാണെങ്കിൽ പിന്നെ ചാപ്റ്റർ പഠിക്കാതിരിക്കുകയല്ലേ നല്ലേ, വെറുതെ ചില്ലടിക്കുകയല്ലേ നല്ലേ. അപ്പം അങ്ങനെ മറക്കാൻ പാടില്ല. അപ്പോൾ അവസാനത്തെ 8 ദിവസമെങ്കിലും മിനിമം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും, പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, സർപ്രൈസ് ആണ്, എന്താ ഞാൻ പറഞ്ഞുതരാം, അത് ചെയ്യാനും നിങ്ങൾക്ക് സമയം വേണം. അപ്പം November 30th കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചാപ്റ്റേഴ്സ് തീർക്കുന്നു. സാർ ഫുൾ ചാപ്റ്റർ ഇങ്ങനെ തീർക്കുക? ഫുൾ ചാപ്റ്റർ തീർക്കാനല്ല നമ്മുടെ എയിം, പറ്റുന്ന അത്രയും ചാപ്റ്റർ തീർക്കുക. കണ്ടോ? കാരണം 27 ചാപ്റ്ററിൽ ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരു ചാപ്റ്ററും പഠിക്കാത്ത ആളാണ് തീർക്കാൻ പറ്റുമോ? പറ്റുണ്ടാവില്ല. അപ്പം റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് എക്സാമിൻ്റെ ലൈവും കൂടി എടുത്തരും. ലൈവ് എടുത്തരും യൂട്യൂബിൽ. ഓക്കെ, ഷോർട്ട് ആയിട്ടുള്ള ലൈവ് ആയിരിക്കും. ഫുള്ളായിട്ട് പ്രോപ്പറായിട്ട് പബ്ലിക് എക്സാമിന് പഠിക്കാനൊന്നും മതിയാവില്ല. ക്രിസ്മസ് എക്സാമിന് അത് മതി. ക്രിസ്മസ് എക്സാമിന് മതി. പബ്ലിക് എക്സാമിന് കുറേ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ റിവിഷൻ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തോ പ്രോപ്പറായിട്ട് പഠിക്കുക, അത് വേറെ കാര്യം. പക്ഷേ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് തരും. അപ്പോൾ അതിൽ മാക്സിമം ചാപ്റ്റർ പഠിക്കുക. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കാത്തവരാണെങ്കിൽ ഒരു 10 ചാപ്റ്റർ പഠിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ലേ? അഡ്വാൻറ്റേജ് ആണ്. അല്ലെ പിന്നെ നിങ്ങൾ എന്ന് പഠിക്കാനാ? പബ്ലിക് എക്സാമിന് തലേന്ന് പോയി ഇരുന്ന് പഠിക്കുമോ? അപ്പം പറ്റുന്ന അത്രയും ചാപ്റ്റേഴ്സ്, പക്ഷേ വിത്തിൻ ദീസ് 20 days. കാരണം അത് കഴിഞ്ഞാൽ 8 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ആ പഠിച്ച ചാപ്റ്ററിലെ പല കാര്യങ്ങളും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. അതൊക്കെ റിവൈസ് ചെയ്തിട്ട് പരീക്ഷയുടെ മുമ്പ് സെറ്റാക്കണ്ടേ? അപ്പോൾ അതിന് മിനിമം 8 ദിവസം എല്ലാത്തിനും കൂടെ നമുക്ക് വേണം. അതുകൂടാതെ ഈ സാധനം എന്താ? അത് ക്വസ്റ്റ്യൻസ് അല്ല. ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം റിവിഷൻ്റെ കൂടെ തന്നെ. ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് പരീക്ഷയിൽ ചോദിക്കും, അതൊക്കെ മറന്നു പോയില്ലേ? അതൊന്നും നോക്കണ്ടേ? എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഓർമ്മയില്ലല്ലോ. അപ്പോൾ അതൊന്നും നോക്കണ്ടേ? നമുക്ക് അത് നോക്കാനും നമുക്ക് സമയം വേണം. അപ്പോൾ ഈ ബേസിക് ആയിട്ട് ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സോറി 90% കിട്ടും. 95 നിങ്ങളൊന്നും പഠിക്കാത്ത ആളാണ് 95% കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കോമൻസ് ഇല്ലല്ലോ. പക്ഷേ എന്ത് നിങ്ങൾക്ക് കിട്ടും? നിങ്ങളൊന്നും പഠിക്കാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് തോറ്റുപോയിരിക്കും ചെയ്യുക. ഒന്നും ചെയ്യാതെ അല്ലെ വെറുതെ റാൻഡം ഷീറ്റൊക്കെ ചെയ്താൽ. ഈ പറഞ്ഞ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റുപോയില്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു 75-80% കിട്ടാം. നിങ്ങളിപ്പോൾ തന്നെ ഓൾറെഡി ഒരു 70% ലെവലിലൊക്കെയാണ് പോകുന്നതെങ്കിൽ, ഓണം എക്സാം ആ ലെവലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പ്ലാൻ ഫോളോ ചെയ്തോ ഉറപ്പാണ് 85% മുകളിൽ. നിങ്ങൾ ഓൾറെഡി 80, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എങ്ങോട്ട് പോകുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. ആ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾ കാണിച്ച് ആ മാർക്കൊക്കെ അത്യാവശ്യം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനും നിങ്ങളുടെ ടീച്ചേഴ്സിനും തോന്നിക്കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ആ കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജാനുവരിയും ഫെബ്രുവരിയും കൂത്തിയിരുന്ന് നമ്മൾ നന്നായി പഠിക്കും. റിവിഷൻ ബാച്ചൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കൂത്തിരുന്ന് നമ്മൾ ഫുൾ ഒന്നുകൂടി പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓരോ വർഷം ഫുൾ മാർക്കും ടോപ്പേഴ്സൊക്കെ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ നിന്ന് വരുന്നത്. മനസ്സിലായില്ലേ? അതൊക്കെ നടക്കും. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് മേക്കിംഗ് സം പ്രോഗ്രസ് ബിഫോർ ദിസ് ക്രിസ്മസ് എക്സാം. ആ പണി ഇതിലൂടെ നമ്മൾ ചെയ്യുന്നു. സൺഡേത്തെ ലൈവിൽ വരുന്നു. അതിൽ കൃത്യമായിട്ടുള്ള പ്ലാൻ ഡെയിലി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ പണി തുടങ്ങാൻ പോകട്ടോ. ഓക്കെ, അത്രേ പറയാനുള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ. ഞായറാഴ്ച ബാക്കി നമുക്ക് സംസാരിക്കാം.